ഹലോ, എല്ലാവർക്കും മൈക്രോബയോ ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ ഇട്ടിരുന്നു 2 ദിവസം മുമ്പ്. അപ്പോൾ ഇന്ന് സ്റ്റെറിലൈസേഷൻ ടെക്നിക്സിൻ്റെ ബാക്കി, നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കിയാണ് നോക്കുന്നത്. കൂടെ നമുക്ക് ക്വസ്റ്റ്യൻസും നോക്കിപ്പോകാം. മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. അപ്പോൾ നമ്മൾ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ പഠിച്ചു. അതിൽ സൺലൈറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓർമ്മയില്ലാത്തവർ അല്ലെങ്കിൽ ഈ സെക്കൻഡ് പാർട്ട് ആദ്യം കാണുന്നവർ ഫസ്റ്റ് പാർട്ട് കാണണം. അവിടെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ, ഫിസിക്കൽ മെത്തേഡ്സ്, കെമിക്കൽ മെത്തേഡ്സ്, ഫിസിക്കൽ മെത്തേഡ്സിൽ തന്നെ എത്ര ടൈപ്പ് ഉണ്ട് സ്റ്റെറിലൈസേഷൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഈ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, നമ്മളെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ മനസ്സിലോട്ട് ഓടി വരേണ്ട ഒരു എക്യുപ്മെൻ്റ് ആണ് എന്ത്, ഓട്ടോക്ലേവ് എന്ന് പറയുന്ന സാധനം. ആ ഒരു മെഷീൻ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരണം. അതേപോലെ ഡ്രൈ ഹീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഹോട്ട് എയർ ഓവൻ. അതേ ഇവിടെ മോയിസ്റ്റ് ഹീറ്റിൽ ഓട്ടോക്ലേവിനെ മനസ്സിലോർത്താൽ മതി. ഓട്ടോക്ലേവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമ്മുടെ പ്രഷർ കുക്കർ വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓൾറെഡി പഠിച്ചു ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷനെക്കാട്ടിൽ മോർ ഇഫക്റ്റീവാണ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. ഇതിനെ സ്റ്റീം അണ്ടർ പ്രഷർ എന്നാണ് വിളിക്കുന്നത്. സ്റ്റീം അണ്ടർ പ്രഷർ മെത്തേഡാണ് ഇവിടെ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നത്? പ്രോട്ടീൻസിനെ കൊയാഗുലേറ്റ് ചെയ്താണ് മൈക്രോ ഓർഗാനിസത്തിനെ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ കില്ല് ചെയ്യുന്നത്. യൂഷ്വലി ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, മൈക്രോബയോളജി പഠിച്ചവർക്കറിയാലോ. കൾച്ചർ മീഡിയയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ നമ്മൾ എവിടെയാണ് വെക്കുന്നത്? ഓട്ടോക്ലേവിലാണ് വെക്കുന്നത്. നമ്മൾ ഒരിക്കലും അതിനെ കൊണ്ടുപോയി ഹോട്ട് എയർ ഓവൻ ഒന്നും വെക്കത്തില്ല. സോ ഹീറ്റ് സെൻസിറ്റീവ് ആയ മെറ്റീരിയൽസിനെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഈ ഒരു മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ്. മോയിസ്റ്റ് ഹീറ്റിനെ തന്നെ നമുക്ക് 3ആയി ക്ലാസിഫൈ ചെയ്യാം. ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്, ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി സെൽഷ്യസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ടെക്നിക്കിൻ്റെ, ഓരോ ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ വരുന്നത് ഏതൊക്കെ മെത്തേഡ്സ് ആണെന്ന് ഓർത്തിരിക്കണം. സോ വൺസ് അഗെയിൻ, ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്, ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി സെൽഷ്യസ്. First, temperature below 100 degrees Celsius. This technique involves pasteurization method. അപ്പോൾ ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസിലെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന മെത്തേഡ് ഏതാണ്? പാസ്ചറൈസേഷൻ ടെക്നിക്ക്. നമ്മൾ മിൽക്കൊക്കെ പാസ്ചറൈസ്ഡ് മിൽക്ക് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ ഹിസ്റ്ററിയിൽ ഓൾറെഡി നമ്മൾ ഹിസ്റ്ററിയുടെ ഒരു ക്ലാസ് എടുത്തിരുന്നു. അതിൽ പറഞ്ഞായിരുന്നു, ലൂയിസ് പാസ്റ്ററിൻ്റെ കോൺട്രിബ്യൂഷൻസിൽ പറഞ്ഞായിരുന്നു അല്ലേ? ഫ്രൂട്ട് ജ്യൂസസ്, വൈൻസ് ഒക്കെ ആദ്യമായിട്ട് പാസ്ചറൈസ് ചെയ്ത് ആ ഒരു ടെക്നിക്ക് ലിക്വിഡ്സിന് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ ആളാണ് ലൂയിസ് പാസ്റ്റർ. ആ ടെമ്പറേച്ചർ നമുക്കറിയാം ബിലോ 100 ആയിരുന്നു. സോ ആ മെത്തേഡ് എന്തിൽ വരുന്നുണ്ട്? മോയിസ്റ്റ് ഹീറ്റിൽ ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസിലാണ് പാസ്ചറൈസേഷൻ മെത്തേഡ് വരുന്നത്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ആ ഫുഡ് മെറ്റീരിയൽസിനെ ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ സ്പെസിഫിക് ടൈമിൽ ഹീറ്റ് ചെയ്യും. അപ്പോൾ അതിനകത്തുള്ള മൈക്രോബ്സ് കില്ലാകുകയാണ് ചെയ്യുന്നത്. The process was named after a French microbiologist, ലൂയിസ് പാസ്റ്റർ. ലൂയിസ് പാസ്റ്റർ എന്ന് പറയുന്നത് ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ അപ്പോൾ ഓർത്തോണം. ഇനി നമ്മുടെ പാസ്ചറൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 63 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ ഞാൻ 63 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നിരിക്കുന്നത്. ചിലർക്ക് തോന്നും 62.8 അല്ലേ? നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രീവിയസ് ഇയറിൽ എക്സാമിന് ഓപ്ഷനിൽ 63 ആയിരുന്നു കൊടുത്തിരുന്നത്. അതല്ല സ്പെസിഫിക് ആയിട്ട് 62.8 അങ്ങനെ വരുവാണെങ്കിൽ ഓക്കെ. അതല്ല 63 പോയിൻറ്റ് സംതിങ് മാത്രമേ ഉള്ളെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ അതുകൊണ്ടാണ് ഇവിടെ 63 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്. ആ മെത്തേഡിനെ നമ്മൾ ഹോൾഡർ മെത്തേഡ് എന്നാണ് വിളിക്കുന്നത്. ഓർത്തിരിക്കുക, 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ ഹോൾഡർ മെത്തേഡ് എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്തതാണ് ഫ്ലാഷ് മെത്തേഡ്. ഈ ഫ്ലാഷ് മെത്തേഡിൻ്റെ അവിടെ ടെമ്പറേച്ചർ ഇല്ല കേട്ടോ. ഫ്ലാഷ് മെത്തേഡിൻ്റെ എത്രയാണ്? 73 കേട്ടോ. ഓർത്തോണം, ഫ്ലാഷ് മെത്തേഡ് എന്ന് പറയുന്നത് 73 ആണ്. 73 ആണ്. സ്ലൈഡിൽ ആ ടെമ്പറേച്ചർ അവിടെ ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല. 73 ആണ് ഫ്ലാഷ് മെത്തേഡ്. 73 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യും. അത്ര സമയത്തേക്ക് 15 to 20 സെക്കൻഡ്സ്. ഓൺലി ഫോർ 15 to 20 സെക്കൻഡ്സ്. നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് അത് ഇപ്പം തന്നെ നോട്ട് ചെയ്ത് പോകണം. കളർ പെന്നൊക്കെ വെച്ച് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നു. നമ്മൾ കളർ പെന്നൊക്കെ വെച്ച് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പഠിക്കാമെങ്കിൽ ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തോണം. ഹോൾഡർ മെത്തേഡ് 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്. ഫ്ലാഷ് മെത്തേഡ് 73 ഡിഗ്രി സെൽഷ്യസ് ഫോർ
15 to 20 ഡിഗ്രി സെൽഷ്യസ്. ഇനി സ്പെസിഫിക് ആയിട്ട് ഇതേ ടെമ്പറേച്ചർ അല്ല, ചെറിയ വേരിയേഷൻ 0.1-ൻ്റെയോ 0.2-ൻ്റെയോ ഒക്കെ വന്നാലും നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള, അത് PSC അറ്റൻഡ് ചെയ്ത് ശീലിച്ചവർക്കറിയാം, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ വേണം എടുക്കാൻ. ഇതിനു മുമ്പ് നമ്മൾ ഫാദർ ഓഫ് മൈക്രോബയോളജി പറഞ്ഞപ്പോഴും ഇതേപോലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. Milk is not heated above its boiling point as the milk might curdle and its nutritional value might be destroyed. അപ്പം മിൽക്ക് നമ്മുടെ ബോയിലിംഗ് ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ തിളപ്പിക്കാൻ പാടില്ല. ഈ പ്രോസസ്സിൽ മിൽക്കിലുള്ള ആ ഒരു ന്യൂട്രിറ്റീവ് വാല്യൂ ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്, പ്രോട്ടീൻസ് ഒക്കെ ചിലപ്പോൾ കയാഗുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ബിലോ 100 ഡിഗ്രി സെൽഷ്യസിലാണ് പാസ്ചറൈസേഷൻ പറയുന്നത്. ഇനി പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ലൂയിസ് പാസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മിൽക്കിന് വേണ്ടി ആയിരുന്നു? അല്ല. പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ലൂയിസ് പാസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫ്രൂട്ട് ജ്യൂസസിന് വേണ്ടിയിട്ടായിരുന്നു. വൈനൊക്കെ അങ്ങനെ അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട് ജ്യൂസസ് എന്നുള്ള ആ ഒരു വേർഡാണ് കറക്റ്റ് എക്സാക്റ്റ് ആൻസർ. ഫ്രൂട്ട് ജ്യൂസസിന് വേണ്ടിയിട്ടായിരുന്നു പാസ്ചറൈസേഷൻ ലൂയിസ് പാസ്റ്ററാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നീടാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ മിൽക്കിലേക്ക് വന്നത്. By the process, non-sporing bacteria like Mycobacterium, Brucella and Salmonella are destroyed. അപ്പം കുറേ നോൺ സ്പോറിങ് ആയിട്ടുള്ള ബാക്ടീരിയ, മിക്ക മൈക്രോ ഓർഗാനിസംസും ഇവിടെ കില്ലാകും. ഇവിടുത്തെ എക്സെപ്ഷൻ, ഒരാൾ ഈ ഹീറ്റിനെ, പാസ്ചറൈസേഷൻ ടെമ്പറേച്ചറിനെ, അതായത് നമ്മുടെ ഹോൾഡർ മെത്തേഡിൽ സർവൈവ് ചെയ്ത് നിൽക്കും. ആളുടെ പേരാണ് കോക്സിയെല്ല ബർണറ്റി. ഓർത്തിരിക്കുക, കോക്സിയെല്ല ബർണറ്റി. സോ പാസ്ചറൈസേഷൻ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന മൈക്രോബ്, അല്ലെങ്കിൽ ഹോൾഡർ മെത്തേഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന മൈക്രോബ് ഏതാണെന്ന് ചോദിച്ചാൽ കോക്സിയെല്ല ബർണറ്റി ആണ് ആൻസർ. നെക്സ്റ്റ് ഈസ് ഇൻസ്പിസേഷൻ. മീഡിയയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇൻസ്പിസേഷൻ. യൂഷ്വലി ലോവൻസ്റ്റീൻ ജെൻസൺ മീഡിയയ്ക്കും ലോഫ്ലൈഡ് സിറത്തിനുമൊക്കെയാണ് ഈ ഒരു സ്റ്റെറിലൈസിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഹീറ്റ്, അതായത് ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 80 to 85 ഡിഗ്രി സെൽഷ്യസ് ആണ് 30 മിനിറ്റ്സിന് വേണ്ടി. So that is half an hour. 30 minutes 80 to 85 ഡിഗ്രി സെൽഷ്യസ്. ഇങ്ങനെ ഒറ്റത്തവണയാണോ ചെയ്യുന്നത്? അല്ല, ഇൻസ്പിസേറ്റർ എന്നാണ് ആ ഒരു മെഷീൻ്റെ പേര്. അതിനകത്ത് 3 സക്സസീവ് ഡേയ്സ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് 3 ഡേയ്സ് ഈ ഒരു ടെമ്പറേച്ചറിൽ 30 മിനിറ്റ്സ് സ്റ്റെറിലൈസ് ചെയ്യും. സോ അന്ന് എങ്കിൽ മാത്രമേ ഇൻസ്പിസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇവിടെ ഈ ഒരു 60 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സിൽ ഓൾമോസ്റ്റ് നോൺ സ്പോറിംഗ് ബാക്ടീരിയാസ് എല്ലാം കില്ലാകും. പക്ഷേ സ്ട്രെപ്റ്റോകോക്കസ് ഫീക്കാലിസ്, സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് അവർക്കൊക്കെ 60 ഡിഗ്രി സെൽഷ്യസ് ഫോർ 60 മിനിറ്റ്സ് വേണം. 60 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ 1 അവർ വേണം. അതേപോലെ തന്നെ നമ്മുടെ ക്ലോസ്ട്രിഡിയം ബോട്ടുലിനത്തിന് എത്രയാണ് ടെമ്പറേച്ചർ വേണ്ടത്? 120 ഡിഗ്രി സെൽഷ്യസ് വേണ്ടി വരും 4 മിനിറ്റ്. അപ്പോൾ എന്തായി? എബോവ് 100-ലോട്ട് പോയി. നെക്സ്റ്റ്, ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസിൽ എന്താണെന്ന്, അതായത് നമ്മുടെ ബോയിലിംഗ് ടെമ്പറേച്ചർ. സോ വാട്ടറിൻ്റെ ബോയിലിംഗ് ആണ് ഇതിലെ ഫസ്റ്റ് മെത്തേഡെന്ന് നമ്മൾ പറയുന്നത്. 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ തിളപ്പിക്കും. യൂഷ്വലി നമ്മൾ വാട്ടർ 30 to 40 മിനിറ്റ്സ് ആണ് ഇങ്ങനൊരു ബോയിലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആ ഒരു സമയം എന്ന് പറയുന്നത് വാട്ടർ നന്നായിട്ട് ബോയിൽ ചെയ്യുമ്പോൾ അതിനകത്തുള്ള പത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ കില്ലാകും. ടിൻറ്റലൈസേഷൻ. ഓക്കെ, നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചു ടിൻറ്റലൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റ് ആരാണെന്ന്. ആരാ അറിയാവുന്ന ഒരു കമൻറ്റ് സെക്ഷനിലൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. ടിൻറ്റലൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റ് ആരാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഞാൻ നേരത്തെ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിക്കുമ്പം എന്ത് പഠിച്ചാലും അതിനെ മറ്റെവിടെയെങ്കിലും ആയിട്ട് ലിങ്ക് ചെയ്ത് തന്നെ പഠിച്ചോണം. കാരണം റിപ്പീറ്റഡായിട്ട് പല കാര്യങ്ങളും വരിക. സോ നെക്സ്റ്റ്, ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം, അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡിലാണ് ടിൻറ്റലൈസേഷൻ വരുന്നത്, അതറിയാം. ഒരു 2 സയൻറ്റിസ്റ്റിൻ്റെ പേര് എന്നിട്ടോ ഇന്ന ഡാഷ്, ഞാനിപ്പോൾ ആളുടെ പേര് പറയുന്നില്ല, നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഓർമ്മയില്ലാത്തവർ തിരിച്ചു പോയി വീഡിയോ എടുത്ത് കണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് നോട്ട്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ നോട്ട് എടുത്ത് നോക്കി മനസ്സിലാക്കണം. ഇന്ന ആളാണ് കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞാൽ ബി, സി വേറൊരു സയൻറ്റിസ്റ്റിൻ്റെ പേര്. അപ്പോൾ നമുക്ക് എന്താകും? കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ ടെമ്പറേച്ചർ ആയിരിക്കും, അതും നമുക്കറിയാം. പക്ഷേ ഇതിൽ ആരാണെന്ന്, ഏത് സയൻറ്റിസ്റ്റാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? അഥവാ അത് തെറ്റിപ്പോയാൽ അത് നെഗറ്റീവ് മാർക്കും ആകും. സോ നെക്സ്റ്റ്, സ്റ്റെറിലൈസേഷൻ ഓഫ് മീഡിയ വിത്ത് ഷുഗർ ആൻഡ് ജെലാറ്റിൻ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ
30 മിനിറ്റ്സ്. അപ്പം മീഡിയ, ഷുഗറും ജലാറ്റിനും ഉള്ള മീഡിയയൊക്കെ 100 ഡിഗ്രി സെൽഷ്യസിലാണ് ബോയിൽ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. എത്ര മിനിറ്റാണ്? 30 മിനിറ്റാണ് എടുക്കുന്നത് ഈ ടിൻഡലൈസേഷൻ എന്ന് പറയുന്ന, ബോയിലിംഗ് അല്ല, ടിൻഡലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന്. The principle is that the first exposure kills the vegetative cells and the spores may killed on subsequent occasions. അപ്പോൾ ആദ്യത്തെ എക്സ്പോഷറിൽ വെജിറ്റേറ്റീവ് സെല്ല് കില്ലാകും, പിന്നീട് ഇതിൻ്റെയൊക്കെ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർട്സും കില്ലാകും 100 ഡിഗ്രി സെൽഷ്യസിൽ. നെക്സ്റ്റ് ടെമ്പറേച്ചർ എബവ് 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇതാരാണ്? നമ്മുടെ ഓട്ടോക്ലേവാണിത്. ഇത് നമ്മുടെ പ്രഷർ കുക്കറാണ്, അല്ലെങ്കിൽ സ്മോൾ സൈസ് ഓട്ടോക്ലേവ്. ഈ മോയ്സ്റ്റ് ഹീറ്റിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് എന്ത്? ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി സെൽഷ്യസ്. സ്റ്റീം സ്റ്റെറിലൈസേഴ്സ് ഒക്കെ വരുന്നത് ഇവിടാണ്. ടെമ്പറേച്ചർ അണ്ടർ പ്രഷർ ആണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ. ടെമ്പറേച്ചർ അണ്ടർ പ്രഷർ ആണ് പ്രിൻസിപ്പിൾ. വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്യും നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ. പക്ഷേ ഈ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ടർ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചറും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം, ഒരു ക്ലോസ്ഡ് വെസലിനകത്താണ് നമ്മളിവിടെ ഈ ഒരു സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. സോ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചാൽ, അതായത് ബോയിലിങ്ങിലൊക്കെ പഠിച്ചാൽ ഓപ്പൺ ആക്കി വെച്ചാൽ നമ്മുടെ ബോയിലിംഗ് എന്ന് പറയുന്നതിൻ്റെ ഇത് നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ശരിക്കും ഡെഫിനിഷൻ എന്താണ്? നമ്മുടെ പ്രഷർ, പാർഷ്യൽ പ്രഷർ ഈക്വൽ ആകുന്ന സമയത്തല്ലേ ബോയിലിംഗ് നടക്കുന്നത്. സോ അതേപോലെ ഇവിടെ ഒരു എക്സ്റ്റേണൽ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് ഒരു കോണ്ടാക്റ്റും വരുന്നില്ല. സോ അപ്പം നമ്മുടെ ഇതിനകത്തുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്താൽ അതേപോലെ ബോയിലിംഗ് ടെമ്പറേച്ചറും അവിടെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇവിടുത്തെ പ്രഷർ എത്രയാണ്? 15 LBS. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓട്ടോക്ലേവിലെ പ്രഷർ 15 LBS ആണ്. ടെമ്പറേച്ചർ 121 ഡിഗ്രി സെൽഷ്യസ്. ടൈം 15 മിനിറ്റ്സ്. ഓർത്തിരിക്കുക, 15 LBS പ്രഷർ, 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ്സ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ അതിൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾ ജസ്റ്റ് കാണിച്ചിരിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മൈക്രോബയോളജി പഠിച്ചവർക്ക് എന്തായാലും ഓട്ടോക്ലേവ് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. ഈ ഒരു പ്രഷർ ഉണ്ടല്ലോ 15 LBS, നമ്മളൊരു 15 to 20 മിനിറ്റ്സ് ഓട്ടോക്ലേവിൽ ഇത് ആ ഒരു ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് 121 ഡിഗ്രി സെൽഷ്യസിൽ ഈ ഒരു 15 LBS പ്രഷറിൽ 15 to 20 മിനിറ്റ്സ് നിൽക്കണം. എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ള സ്റ്റെറിലൈസേഷൻ നടക്കത്തുള്ളൂ. ഇനി നമ്മൾ ഓൾറെഡി ഹോട്ട് എയർ ഓവനിൽ പഠിച്ചായിരുന്നു. ഇഫക്റ്റീവ്നെസ് നമുക്ക് നോക്കാം, എത്ര എഫക്റ്റീവാണ് നമ്മുടെ ആ ഒരു സ്റ്റെറിലൈസർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അതിനുവേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്നത് ജിയോബാസില്ലസ് സ്റ്റിയറോതെർമോഫിലസ് എന്ന് പറയുന്ന ഓർഗനിസമാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ജിയോബാസില്ലസ് സ്റ്റിയറോതെർമോഫിലസ് എന്ന് പറയുന്ന ഓർഗനിസമാണ് ഇവിടെ ഇൻഡിക്കേറ്റർ ഓർഗനിസമായിട്ട് ഓട്ടോക്ലേവിൽ യൂസ് ചെയ്യുന്നത്. ഇതിനെ പണ്ട് വിളിച്ചിരുന്നത് ബാസില്ലസ് സ്റ്റിയറോതെർമോഫിലസ് എന്നാണ്. ഇപ്പോൾ വിളിക്കുന്ന പേര് ജിയോ. ഓക്കെ, ആ ഒരു ഓർഗനിസത്തിനെ നമ്മൾ നമ്മുടെ ഹോട്ട് എയർ ഓവനിൽ പഠിച്ചായിരുന്നു. എത്ര സ്പോർ നമ്പർ, ഇവിടെ സ്പെസിഫിക് സ്പോർ നമ്പർ എന്ന് പറഞ്ഞാൽ 10⁻⁶ സ്പോർ നമ്പർ ഉള്ള ഒരു എൻവലപ്പായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സ്പോർട്സ് ഉള്ള അത് നമ്മുടെ ഓട്ടോക്ലേവിന് വെക്കും. ഓട്ടോക്ലേവിൽ വെച്ച് കഴിയുമ്പോൾ ആഫ്റ്റർ ഈ ഒരു സ്റ്റെറിലൈസേഷൻ നമ്മൾ ഈ ഒരു ഇതിനെ സാമ്പിൾ എടുത്തിട്ട് പ്ലേറ്റിൽ കൊടുത്ത് നോക്കും. ഗ്രോത്ത് ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ, സ്റ്റെറിലൈസേഷൻ പ്രോപ്പറാണ്. അഥവാ ഗ്രോത്ത് ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ടല്ല സ്റ്റെറിലൈസേഷൻ നടന്നതെന്ന് പറയേണ്ടി വരും. ഇവിടെ നമ്മളിപ്പം ഫസ്റ്റ് എന്താ ജിയോബാസിലസ് തെർമോഫിലസ്, അത് നമ്മുടെ കുറേ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഡി വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. 1.5 to 2.5. ഓക്കെ, ഇവിടെ നമുക്ക് ഡി വാല്യൂ എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ല. സോ ഡി വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു റിഡക്ഷൻ ഉണ്ടല്ലോ, ഡെസിമൽ റിഡക്ഷൻ ആണ്. ആ ഡെസിമൽ റിഡക്ഷൻ ടൈം എന്നാണ് അതിൻ്റെ ആ ഒരു ഫുൾ ഫോം വരുന്നത്. ഇത് നമ്മുടെ ഇപ്പോൾ ഒരു ഓർഗനിസത്തിനെ നമ്മൾ കൊടുത്തു, അതതിൻ്റെ 90% ആയിട്ട് കുറയാൻ, അപ്പോൾ ഒരു മൈക്രോബ്സിനെ കില്ല് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എണ്ണം 90% റെഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡി വാല്യൂ എന്ന് വിളിക്കുന്നത്. അതേപോലെ ബാസിലസ് കൊയാഗുലൻസിൻ്റെ 0.3, ക്ലോസ്ട്രിഡിയം സ്പോറോജിൻസ് 0.8 to 1.4, ബാസിലസ് അസ്ട്രോഫിയസ് 0.5. നെക്സ്റ്റ് ഈസ് ഫിൽട്രേഷൻ മെത്തേഡ്. ഈ ഫിൽട്രേഷൻ മെത്തേഡിൽ മൈക്രോ ഓർഗനിസത്തിനെ ഒന്നും കില്ല് ചെയ്യുന്നില്ല. അവിടെ എന്താ ചെയ്യുന്നത്? ആ മൈക്രോ ഓർഗനിസത്തിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫിൽട്രേഷൻ നമ്മൾ എന്താ അരിക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. അതായത് സീവിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സാണ്. ഇവിടെ മേജർ ആയിട്ടുള്ള മെക്കാനിസംസ് ഏതൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ളത്? സീവിങ്, അഡ്സോർപ്ഷൻ, ട്രാപ്പിംഗ് വിത്തിൻ ദ മാട്രിക്സ്.
സ്റ്റെറിലൈസിങ് ഗ്രേഡ് ഫിൽറ്റേഴ്സ്. അപ്പം സ്റ്റെറിലൈസിങ് ഗ്രേഡിലുള്ള ഫിൽറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് യൂഷ്വലി നമ്മുടെ ഈ വാട്ടർ അനാലിസിസിനൊക്കെ നമ്മൾ ഇല്ലെങ്കിൽ വാട്ടറിനെയൊക്കെ പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സിൽ ഈ ഒരു ഫിൽട്രേഷൻ മെത്തേഡ് ലിക്വിഡ് ഫോമിലുള്ളവരെയല്ലേ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. സോ വാട്ടറിൻ്റെയൊക്കെ സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ നമ്മൾ ഈ ഒരു ഫിൽട്രേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒത്തിരി ടൈപ്പ് ഫിൽറ്റേഴ്സ് ഉണ്ട്. അതിൽ തന്നെ നമുക്കൊക്കെ കേട്ട് പരിചയമുള്ള ഒരാളാണ് ആര്? മെമ്പറൈൻ ഫിൽറ്റേഴ്സ്. ഈ മെമ്പറൈൻ ഫിൽറ്റേഴ്സിൻ്റെ ഫിൽറ്ററിൻ്റെ പോർ സൈസ് ഇതിനു മുൻപും ചോദിച്ചിട്ടുള്ളതാണ്. 0.1 mm. 0.1 mm പോർ സൈസാണ് മെമ്പറൈൻ ഫിൽറ്റേഴ്സിൻ്റെ ഫിൽറ്ററിൻ്റെ പോർ സൈസ്. ഓക്കെ. മെയ്ഡ് ഓഫ് സെല്ലുലോസ് അസറ്റേറ്റ്, സെല്ലുലോസ് നൈട്രേറ്റ്, പോളികാർബണേറ്റ്, പോളിവിനൈലഡീൻ, ഫ്ലൂറൈഡ്, അങ്ങനെ ഡിഫറെൻറ്റ് സിന്തറ്റിക് മെറ്റീരിയൽസ് കൊണ്ടാണ് ഈ ഒരു മെമ്പറൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ എങ്ങനെ ആയിരിക്കും? ഫ്ലൂയിഡ് ഇതിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യുമ്പം ഈ മെമ്പറൈനിൽ എന്ത് ചെയ്യും? കുറേ മൈക്രോബ്സൊക്കെ ട്രാപ്പ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡെപ്ത് ഫിൽറ്റേഴ്സ്. ഇവിടെ എന്താണ്? ഫൈബ്രസോ ഗ്രാനുലാറോ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും. കുറേ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിനകത്തു കൂടെ നമ്മുടെ ഫ്ലൂയിഡിനെ കടത്തിവിടുന്നു. ഇപ്പുറത്ത് വരുമ്പോൾ മൈക്രോബ് ഫ്രീ ആയിട്ട് ഇവർ മാറും. യൂഷ്വലി ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഡയറ്റമേഷ്യസ് എർത്ത് വെച്ചിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ അൺഗ്ലേസ്ഡ് പോർസലൈൻ ഫിൽറ്റേഴ്സൊക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ സിൻറ്റേഡ് ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡെപ്ത് ഫിൽറ്റേഴ്സ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ഈസ് എർത്തൻ വെയർ ഫിൽറ്റേഴ്സ്. എർത്തൻ വെയർ ഫിൽറ്റേഴ്സാണ് അടുത്തത് വരുന്നത്. ഇവരും ഡയറ്റമേഷ്യസ് എർത്ത് വെച്ചും പോർസലൈൻ ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഒന്നും അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ടൈപ്സ് ഒന്നും പഠിക്കണ്ട. ഇപ്പം ജസ്റ്റ് എർത്തൻ വെയർ ഫിൽറ്റേഴ്സ് ഉണ്ട് എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. പിന്നുള്ളതാണ് ആസ്ബെറ്റോസ്. അഥവാ നമ്മുടെ സിലബസ് വരുമ്പം അതും ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് അത് എടുക്കുന്നതായിരിക്കും. ആസ്ബെസ്റ്റോസ് ഉണ്ട്. ഈ ആസ്ബെസ്റ്റോസിൻ്റെ പ്രത്യേകത, അവരെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. കാരണം കാർസിനോജനിക് ആണ്. അത് ഓർത്തോണം. അത് ചിലപ്പോൾ ഇതിൽ കാണാൻ സാധ്യതയില്ല. ഓക്കെ. ഇതെന്ന് പറയുന്നത് മഗ്നീഷ്യം സിലിക്കേറ്റ് വെച്ചിട്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത്. ഓർത്തോണം. ആസ്ബെസ്റ്റോസ് ഫിൽറ്റേഴ്സ്. സിൻറ്റേഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സ്. സിൻറ്റേഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സിൻ്റെ പോർ സൈസ് 1 to 1.5 മൈക്രോമീറ്റർ ആണ്. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ മെമ്പറൈൻ ഫിൽറ്റേഴ്സിൻ്റെ എത്രയായിരുന്നു? 0.1 mm ആയിരുന്നു. ഓർത്തോണം, 0.1 mm ആയിരുന്നു. ഇവിടെ 1 to 1.5 മൈക്രോമീറ്റർ ആണ്, μm ആണ് വരുന്നത്. അതായത് ഗ്രേഡ് 5 ഫിൽറ്റേഴ്സിൻ്റെ റേഞ്ചാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, ഏറ്റവും കൂടിയ ഗ്രേഡിലുള്ള സിൻറ്റേഡ് ഗ്ലാസിൻ്റെ. ഇവിടെയും എന്താണ് നടക്കുന്നത്? ഫിൽട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. പിന്നെ ഈ ആസ്ബെസ്റ്റോസ് ഒക്കെ പോലുള്ളവരെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാറുണ്ട് ഓട്ടോക്ലേവിംഗ് മെത്തേഡൊക്കെ യൂസ് ചെയ്ത്. പിന്നെ മെത്തേഡ് ഓഫ് മെമ്പറൈൻ ഫിൽട്രേഷൻ. നമുക്ക് ഈ പഠിച്ച ഫിൽറ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ആര്? മെമ്പറൈൻ ഫിൽറ്റർ. സോ നമ്മൾ ഇതിലൂടെ വാട്ടറിനെ ഫിൽട്ടർ ചെയ്യും. ഫിൽട്ടർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ മെമ്പറൈൻ കിട്ടും. നമ്മൾ സ്റ്റെറൈൽ ഒരു കണ്ടീഷനിൽ വെച്ച് ഈ മെമ്പറൈൻ എടുത്ത് മീഡിയയിൽ കൊടുക്കും. സോ നമ്മൾ പെറ്റ് ഡിഷിലുള്ള കൾച്ചർ മീഡിയയിൽ കൊടുക്കും. അതിനുശേഷം ഈ ഒരു ഇതിനെ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യും. ഓവർനൈറ്റ് ഇൻക്യുബേഷൻ ആയിരിക്കും യൂഷ്വലി നടത്തുന്നത്, അല്ലെങ്കിൽ 2 days ഇൻക്യുബേറ്റ് ചെയ്യും. ഇൻക്യുബേറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ആ ഒരു മെമ്പറൈനിലുള്ള മൈക്രോബ്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും. പിറ്റേ ദിവസം എടുക്കുമ്പോൾ കൾച്ചറിൽ നമുക്ക് ആ ഗ്രോത്ത് കാണാൻ പറ്റും, കോളനീസ് കാണാൻ പറ്റും. യൂഷ്വലി ഈ വാട്ടറിൻ്റെ ക്വാളിറ്റി അനാലിസിസ് പ്രോസസ്സിലൊക്കെയാണ്, വാട്ടർ പ്യൂരിഫൈയിങ് ആ ഒരു ടൈമിലൊക്കെയാണ് ഈ മെമ്പറൈൻ ഫിൽറ്റേഴ്സ് എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞ വാട്ടറിനെ മെമ്പറൈൻ ഫിൽറ്ററിലൂടെ കടത്തിവിട്ട് നോക്കും. എന്നിട്ട് ആ ഒരു മെമ്പറൈൻ എടുത്ത് നമ്മൾ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു ഇൻക്യുബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മീഡിയയിൽ വെച്ച് ഇൻക്യുബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള മൈക്രോബ് അതിലുണ്ടായിരുന്നോ എന്ന് അറിയാൻ സാധിക്കും. ക്വാളിറ്റി അനാലിസിസിലും യൂസ് ചെയ്യാം, ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡായിട്ടും യൂസ് ചെയ്യാം. അതായത് വാട്ടറിലുള്ള മൈക്രോബ്സിനെ സെപ്പറേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാം. പിന്നെ ഒരു ക്വാളിറ്റി കൺട്രോൾ മെഷർമെൻ്റ് ആയിട്ടും, അതായത് നമ്മുടെ കയ്യിലുള്ള വാട്ടർ സേഫ് ആയിരുന്നോ എന്നറിയാനും നമുക്കിത് യൂസ് ചെയ്യാം. 2 രീതിയിൽ. നമ്മളിപ്പോൾ ഇവിടെ ഇത് സ്റ്റെറിലൈസേഷനിലാണ് പഠിക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു ആപ്ലിക്കേഷൻ യൂഷ്വലി ഇങ്ങനെ കണ്ടുവരാറുണ്ട് ഇൻഡസ്ട്രീസിലൊക്കെ. അതാണ് ഇവിടെ പറഞ്ഞത്. നെക്സ്റ്റ് റേഡിയേഷൻ. നമ്മുടെ സ്റ്റെറിലൈസ് ചെയ്യേണ്ട ഒബ്ജക്റ്റോ സർഫസോ ഒക്കെ ഏതെങ്കിലുമൊക്കെ റേഡിയേഷൻസിന്, അതായത് അയണൈസിങ്ങും നോൺ അയണൈസിങ്ങും ആയിട്ടുള്ള റേഡിയേഷൻസിന് എക്സ്പോസ്ഡ് ആക്കുന്ന പ്രോസസ്സിനെയാണ് റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം UV ഉണ്ട്, ഗാമ റേസ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഡിയേഷൻസ് ഉണ്ട്.
അപ്പോൾ എന്തായിരിക്കും ഇവിടെ വേവ്സ് ഈ ഒരു വേവ്സ് നോൺ അയണൈസിങ് ആയിട്ടുള്ള വേവ്സ് എന്ത് ചെയ്യും, വളരെ കുറച്ച് ഇതിലൊക്കെ പെനിട്രേറ്റ് ചെയ്ത് കയറത്തുള്ളൂ. സോ സർഫസിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടി മാത്രമേ നോൺ അയണൈസിങ് റേഡിയേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് എക്സാമ്പിളാണ് UV-IR, UV അൾട്രാവയലറ്റ് ആൻഡ് ഇൻഫ്രാറെഡ് റേസ്. ഇത് രണ്ടും ഏതിലാണ് വരുന്നത്? നോൺ അയണൈസിങ് റേഡിയേഷനിൽ. UV നമ്മൾ മൈക്രോബയോളജി ലാബുകളിലൊക്കെ റിസർച്ച് ലാബുകളിലും ഒക്കെ എവിടെയാണ് യൂസ് ചെയ്യാറ്? നമ്മുടെ ലാഫിനകത്തല്ലേ, ലാമിനാർ എയർ ഫ്ലോയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? UV സ്റ്റെറിലൈസേഷൻ, സർഫസ് സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് UV സ്റ്റെറിലൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. എക്സ്റേ, ഗാമ റേസും ഒക്കെ ഏതിലാണ് വരുന്നത്? അയണൈസിങ് റേഡിയേഷൻസിലാണ് വരുന്നത്. അപ്പോൾ അയണൈസിങ്ങിന് എക്സാമ്പിളാണ് എക്സ്റേ ആൻഡ് ഗാമ റേസ്. നോൺ അയണൈസിങ്ങിൽ UV-IR. ഇവരെങ്ങനെ ആയിരിക്കും? ഒരു ഹൈ എനർജി റേഡിയേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പെനിട്രേഷൻ കപ്പാസിറ്റി കൂടുതലാണ്. നമുക്ക് ഓർത്തിരിക്കാൻ ഞാനൊരു കാര്യം പറയാം. നമ്മൾ എക്സ്റേ എടുക്കത്തില്ലേ, എന്തെങ്കിലുമൊക്കെ ഫ്രാക്ചറൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എക്സ്റേ എടുക്കാറുണ്ട്. സോ ഈ എക്സ്റേ സർഫസിൽ മാത്രമേ പെനിട്രേറ്റ് ചെയ്യത്തുള്ളെങ്കിൽ എക്സ്റേ എന്ന് പറയുന്ന ആ ഒരു റേസ് നമുക്ക് യൂസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ബോഡിക്കുള്ളിൽ ആ ഒരു ബോൺസ് ഒക്കെ കാണാനൊക്കെയാണ് നമ്മൾ യൂഷ്വലി അത് നോക്കുന്നത്. അപ്പം അത് പെനിട്രേറ്റിംഗ് കപ്പാസിറ്റി അവർക്ക് എന്തായിരിക്കണം? ഹൈ ആയിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത്, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് പെനിട്രേഷൻ കപ്പാസിറ്റി ഹൈ ആയിരിക്കും. സോ അവർ അയണൈസിങ്ങിൽ വരും. അതാണ് എക്സ്റേ. എക്സ്റേയുടെ കൂടെ ഉള്ള ആളാണ് ഗാമ റേസ്. ഓക്കെ. അൾട്രാസോണിക് ആൻഡ് സോണിക് വൈബ്രേഷൻസ്. അപ്പോൾ സൗണ്ട് വേവ്സ് യൂസ് ചെയ്തിട്ടും സ്റ്റെറിലൈസേഷൻ നടത്തുന്നുണ്ട്. അതിൻ്റെ ഫ്രീക്വൻസി 2000 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് യൂസ് ചെയ്യുന്നത് ബാക്ടീരിയയെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മൈക്രോവേവ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരൊന്നും ആൻറ്റി മൈക്രോബിയൽ ആയിരിക്കത്തില്ല. പക്ഷേ ഈ ഒരു സൗണ്ട് വേവിൻ്റെ ഫ്രീക്വൻസി 20,000 മുകളിൽ പോകുന്ന വൈബ്രേഷൻസ് ഒക്കെ എന്തായിരിക്കും? ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റി കാണിക്കുന്നവരായിരിക്കും. ഇനി ഇവർ ഈ മൈക്രോവേവ്സിൻ്റെ കേസിൽ നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്താണ്? നമ്മൾ പറഞ്ഞു മൈക്രോവേവ്സ് യൂഷ്വലി ആൻറ്റി മൈക്രോബിയൽ അല്ല. പക്ഷേ ഈ വേവ്സ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഹീറ്റ് ഉണ്ട്. ആ ഹീറ്റ് കൊണ്ടാണ് മൈക്രോബ്സ് അവിടെ കില്ലാകുന്നത്. ക്ലിയർ ആയോ? മൈക്രോവേവ്സ് യൂഷ്വലി ആൻറ്റി മൈക്രോബിയൽ അല്ല, പക്ഷേ ഈ വേവ്സ് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് കൊണ്ടാണ് അവിടെ മൈക്രോബ്സ് കില്ലാകുന്നത്. ഇനി ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് എങ്ങനെ ആയിരിക്കും? സെൽസിനെയൊക്കെ ഡിസ്ട്രപ്റ്റ് ചെയ്യും, കില്ല് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ചില ഇൻസ്ട്രുമെൻസിന് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ചില ഇൻസ്ട്രുമെൻസിലൊക്കെ മൈക്രോബിയൽ ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള വൈബ്രേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ വൈറസസ് ഒന്നും ഇങ്ങനത്തെ ഉള്ള മെത്തേഡുകളിലൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല വൈറസസിനെ ഒന്നും. ഓർത്തോണം, ഫേജസ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയോഫേജസ് എന്ന് പറഞ്ഞാൽ എന്താ? വൈറസ് ദാറ്റ് ഇൻഫെക്റ്റ് ബാക്ടീരിയ. സോ ബേസിക്കലി അവരും എന്താണ്? വൈറസസ് ആണ്. സോ ഈ വൈറസ് ഒന്നും ഈ ഒരു വൈബ്രേഷൻ കൊണ്ടൊന്നും അവരെ ഒന്നും നമുക്ക് ഓടിക്കാൻ പറ്റില്ല. സോ അപ്പം നമ്മൾ മൊത്തം സ്റ്റെറിലൈസേഷൻ്റെ ഓൾമോസ്റ്റ് 2 പാർട്ടായിട്ട് എടുത്തു. നമുക്ക് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് സമയം കുറവാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്പം നമുക്ക് ഇത്രയും കുറച്ച് പെൻഡിങ് ഉണ്ട്. പിന്നെ ചില വീഡിയോസൊക്കെ ഓൾറെഡി നമ്മുടെ കിടപ്പുണ്ട്, ഞാൻ നോക്കാൻ പറഞ്ഞിരുന്നു. ഫാദർ ഓഫ് മൈക്രോബയോളജി, ഇമ്മ്യൂണോളജി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, മോഡേൺ മൈക്രോബയോളജിനെ കുറിച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമ്മുടെ തന്നെ ചാനലിൽ ഇപ്പം ആരൊക്കെയോ നമ്മുടെ ടെലിഗ്രാം ആ ഒരു ഗ്രൂപ്പിൽ പറഞ്ഞു ഈ ഒരു ASRB നെറ്റിൽ പോയിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെടുത്ത് ഞാൻ നമ്മുടെ ഈ ഒരു പ്ലേലിസ്റ്റിലോട്ടും മൈക്രോബയോളജിസ്റ്റ് ബാക്ടീരിയോളജിസ്റ്റ് പ്ലേലിസ്റ്റിലോട്ട് ആ ഒരു ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി, ഫാദർ ഓഫ് ജെനറ്റിക് എഞ്ചിനീയറിംഗ്, ആ ഒരു കുറേ ഹിസ്റ്ററിയുടെ കൂടെ വരുന്ന ആ ഒരു ഇത് നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇനിയിപ്പോൾ എന്തായാലും അതിന് ചെയ്യുന്നില്ല. അതേപോലെ നമുക്കിനി ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഒന്നെങ്കിൽ നമുക്ക് ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ലോങ് വീഡിയോസിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം നമുക്ക് ഫസ്റ്റ് ഹിസ്റ്ററി മുതൽ നമ്മൾ 4-5 ടോപ്പിക്സ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റെറിലൈസേഷൻ വരെ. ഒന്നുകിൽ സ്റ്റെറിലൈസേഷന് സെപ്പറേറ്റ് ഇടാം, അല്ലെങ്കിൽ അത്രയും മുഴുവൻ ഹിസ്റ്ററി മുതൽ. ഞാൻ വിചാരിക്കുന്നത് അൾട്രാസ്ട്രക്ചറും കൂടെ, ബാക്ടീരിയയുടെ അൾട്രാസ്ട്രക്ചറും കൂടെ വീഡിയോ ഇട്ടിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് മൊത്തത്തിൽ ചെയ്യാം. ചില ഈ വീഡിയോസിലൊക്കെ നമ്മൾ ഓൾറെഡി അതിനകത്ത് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് 1, 2, 3 ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതിൽ നമുക്കിങ്ങനെ പെൻഡിങ് ഒന്നും വെക്കണ്ട. അത് ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു 3 to 5 ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പോകാം. ഓക്കെ. അപ്പോൾ ഒന്നുകിൽ അൾട്രാസ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ ആയിരിക്കും അടുത്ത വീഡിയോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇടുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ പ്രിപ്പയർ ചെയ്ത് വരികയാണ്. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ആഡ് ചെയ്തിട്ട് ക്ലാസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. കുറച്ച് ലാഗായിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്. സ്റ്റെറിലൈസേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ടാണ് ഞാൻ രണ്ടായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനാണ് ഒറ്റ സ്ട്രെച്ചിൽ തീർക്കാനത്. ക്വസ്റ്റ്യൻസ് നമുക്ക് ഒത്തിരി എക്സ്പെക്ട് ചെയ്യാം. നമുക്കറിയാം പ്രീവിയസ് എക്സാംസ് JSAയിലും സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിലും JSAയിലും ഒക്കെ ക്വസ്റ്റ്യൻസ് ഒത്തിരി നമ്മൾ കണ്ടു. ആ പ്രീവിയസ് മൈക്രോബയോളജിസ്റ്റിൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു, ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അതിലും എന്താണ് സ്റ്റെറിലൈസേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതലാണ് ചോദിക്കാൻ സാധ്യതയുള്ള ബേസിക് മൈക്രോബയോളജിയിൽ വരുന്ന ഒരു ഏരിയയാണ്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പാസ്റ്ററൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു കോളം ഫസ്റ്റ് വീഡിയോ ഇതിന് തൊട്ട് മുമ്പത്തെ സ്റ്റെറിലൈസേഷൻ പാർട്ട് 1-ൽ ഇട്ടിരുന്ന ആ ഒരു നമ്മൾ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ അതേപോലെ തന്നെ വരച്ച് പഠിക്കണം, തെറ്റിപ്പോകരുത്. ഓക്കെ, താങ്ക് യു ഓൾ.